93 വയസ്സുള്ള ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യനെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഭയപ്പെടണമെങ്കിൽ അവൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ ആ അളവറ്റ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി തുടർമാനമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലവും ഒരു വ്യത്യസ്തമായ ഒരു ദൈവിക ചിന്തയുമായി ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക പ്രഭാത സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. തുടർമാനമായി ഈ പ്രഭാത സന്ദേശങ്ങളും മറ്റു മീറ്റിങ്ങുകളും എല്ലാം നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അനേക പ്രാർത്ഥനാ മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലഭിക്കുന്നു എന്ന് കേൾക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രിയരെ, ഈ പകൽക്കാലം ജീവനോടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ വലിയൊരു ഫേവറാണ്. മരിച്ചവരും മൗനത ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഈ ആയുസ്സിൻ്റെ മധ്യേ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ തമ്പുരാൻ നമുക്ക് നൽകിയ നല്ല ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വളരെ സന്തോഷത്തോടു കൂടെ ഒരു പ്രഭാതത്തിലേക്ക് നാം സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ വചനത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനെ കുറിച്ച് തന്ന ഒരു ചെറിയ ചിന്ത ചുരുക്കം ചില മിനിറ്റുകൾ കൊണ്ട് അത് നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ആരും സ്കിപ്പ് ചെയ്തു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൈവിക സന്ദേശമായിരിക്കും അത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. റെവലേഷൻ ചാപ്റ്റർ 1:19. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും. ഇങ്ങനെ വായിക്കുന്നു. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും. നമുക്കെല്ലാവർക്കും അറിയാം, വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ ഭാവികാല പ്രവചന പുസ്തകമാണ്. അതിനകത്ത് യോഹന്നാനോട് കർത്തൃദിവസത്തിൽ ദൈവം ഇടപെടുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ്റെ ചരിത്രം അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഏറെ ചിന്തനീയമാണ്. കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് വായിക്കുന്ന സമയത്ത് കണ്ടൊരു പദം ഇങ്ങനെയാണ്: ഡൊമീഷ്യൻ യോഹന്നാനെ തകർത്ത് കളയാൻ പല പദ്ധതികളും ഒരുക്കി. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നത് പോലെ ദുഷ്ടൻ്റെ ഒരു ആയുധവും ഫലിക്കത്തില്ലെന്ന് പറയുന്നത് പോലെ യോഹന്നാനെ തകർത്ത് കളയാൻ ഡൊമീഷ്യൻ പല പദ്ധതികളും ഒരുക്കി. ഒന്നല്ല രണ്ടല്ല, ഒട്ടനവധി പദ്ധതികൾ ഒരുക്കി. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ പത്മോസിലേക്ക് യോഹന്നാൻ നാട്ടുകടത്തപ്പെടുമ്പോൾ യോഹന്നാൻ വയോവൃദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 90-നും 93 വയസ്സിനും ഇടയ്ക്ക് പ്രായമുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ 90-നും 93-നും വയസ്സ്, 93 വയസ്സെന്നിരിക്കട്ടെ, 93 വയസ്സുള്ള ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യനെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഭയപ്പെടണമെങ്കിൽ അവൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ ആ അളവറ്റ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. ഞാനിങ്ങനെ പറയാം പ്രിയരെ, ശത്രുവിന് നോട്ടം നിന്നെയല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തിയാണ്, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെയാണ്, നിന്റെ മേലുള്ള ദൈവിക കോളിങ്ങിനെയാണ്. യോഹന്നാൻ മാത്രമാണ് അപ്പോസ്തലന്മാരിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ മാർട്ടിയേഴ്സായി മാറാത്തത്, അല്ലെങ്കിൽ
രക്തസാക്ഷികളായി മാറാത്തത് യോഹന്നാൻ മാത്രമാണ്. യോഹന്നാൻ മാത്രമാണ് നോർമൽ ഒരു ഡെത്ത് അല്ലെങ്കിൽ ഒരു സ്വാഭാവിക മരണം ലഭിച്ച ഒരേ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാനാണ്. സുവിശേഷങ്ങൾക്കകത്ത് കാണാൻ കഴിയുന്നുണ്ട് യോഹന്നാൻ്റെ മരണവുമായുള്ള ബന്ധത്തിലൊക്കെയുള്ള ദൈവം ഡയറക്റ്റായിട്ട് യേശു തന്നോട് തന്നെ പറയുന്ന പ്രവചനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാർദ്ധക്യം ചെന്നേ നീ മരിക്കൂ എന്ന് പറയുന്ന പ്രവചനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ്റെ ഭാവി നിർണയിക്കുന്ന മനുഷ്യനല്ല, അവൻ്റെ ഭാവി നിർണയിക്കുന്നത് സാഹചര്യമല്ല, അവൻ്റെ ഭാവി നിർണയിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഈ പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നീ എത്ര വാഗ്ദത്തം കേട്ട വ്യക്തിയാണെങ്കിലും, എത്ര വലിയ ദൂതുകൾ കേട്ട വ്യക്തിയാണെങ്കിലും, നിനക്കെതിരെ അതിനേക്കാളും നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളേറി വന്നാലും നീ കേട്ട വാഗ്ദത്തം മാത്രമേ നിന്റെ ജീവിതത്തിനകത്ത് നടക്കൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ദൂത് സ്വീകരിക്കണം. പ്രിയരെ, നിന്റെ സിറ്റുവേഷനും നീ കേട്ട വാഗ്ദത്തവുമായി ഒരു ബന്ധവും കാണില്ല. പക്ഷേ നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം ആ വാഗ്ദത്തം നിറവേറാൻ ശക്തനാണ്. യോഹന്നാൻ കേട്ടത് വാർദ്ധക്യം ചെന്നേ മരിക്കൂ എന്നൊരു വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഡൊമീഷ്യൻ അല്ല ഇനി ആരെല്ലാം പദ്ധതി ഒരുക്കിയാലും യോഹന്നാൻ അറിയാം യോഹന്നാൻ തകരത്തില്ലെന്ന്. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. വാഗ്ദത്തമുള്ള നിനക്കെതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. വാഗ്ദത്തമുള്ള നിനക്കെതിരെ ഒരുക്കുന്ന ഒരു കൂട്ടുകെട്ടുകളും അവരുടെ പദ്ധതികളും അവരുടെ പ്ലാനുകളും ഒന്നും നടക്കാൻ പോകുന്നില്ല. അതെല്ലാം ദൈവം തച്ചുടയ്ക്കും. യോഹന്നാനെ പറ്റി വചനം പറയുന്നത്, ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: 93 വയസ്സുള്ള യോഹന്നാനെ ഡൊമീഷ്യൻ ഭയപ്പെട്ടെന്ന്. ശത്രുവിന് നിന്നെ ഇന്നും ഭയമാണ്. നിന്റെ കയ്യിലെ നന്മ കണ്ടിട്ടല്ല, നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിന്റെ ബലം കണ്ടിട്ടല്ല, നിന്റെ ശക്തി കണ്ടിട്ടല്ല ശത്രു നിന്നെ ഭയപ്പെടുന്നത്. തെറ്റിദ്ധരിക്കരുത്. ശത്രുവിന് ഭയം നിന്നിൽ മേൽ ചൊരിഞ്ഞ ഒരു വാക്തത്വമുണ്ട്, നിന്നോട് കൈമാറിയൊരു വാക്തത്വമുണ്ട്. നീ ചെയ്യാൻ ദൈവം വച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട്. ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം പ്രിയരെ, നമ്മുടെ ഭാവി ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അറിയത്തില്ല. ഒരു മനുഷ്യനും അറിയത്തില്ല. ഒരു വേദപുസ്തകത്തിൽ ഒരു മർമ്മം കൂടെ, ഒരു രഹസ്യം കൂടെ പറയാം. സാത്താന് പോലും നിന്റെ ഭാവി അറിയത്തില്ല. ഡൊമീഷ്യൻ യോഹന്നാനെ ഭയപ്പെടാനുള്ള കാരണം, ഇവന് 93 വയസ്സുണ്ടെങ്കിലും സത്യം, ഇവൻ്റെ ശരീരം ബലഹീനമാണെങ്കിലും അവൻ്റെ അകത്തെ മനുഷ്യൻ ബലമുള്ളതാണ്. അവൻ നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ ശക്തിയുള്ളതാണ്, ബലമുള്ളതാണ്, പ്രാപ്തിയുള്ളതാണ്. അവൻ കണ്ണുകൊണ്ടത് കാണുകയാണ്. അപ്പോസ്തലന്മാരുടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെയൊക്കെയും ഡൊമീഷ്യനും നീറയും ഒക്കെ അവരുടെ റോമൻ സൈന്യാധിപന്മാർ, നോമൻ ഗവൺമെന്റ് ഭരണകൂടങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സാധാരണ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. മരിച്ചവർ ഉയർക്കുന്നു, നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, ജയിലുകൾ ബ്രേക്കാകുന്നു. രാത്രി ജയിലിൽ കൊണ്ടിടുകയാണ്, ചങ്ങലയ്ക്കകത്താണ് ഇടുക, ആമത്തിനകത്താണ് ഇടുന്നത്. രാത്രി ദൂതനിറങ്ങി കൊണ്ടുപോവുക. പൗലൂസിനെയും ശീലാസിനെയും കൊണ്ടിട്ടപ്പോൾ ഭക്തന്മാർ 2 പാട്ടിൻ്റെ ഈരടികൾ പാടിയതേ ഉള്ളൂ. ജയിലിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. ആ ജയിൽ പോലും കാണാതായി മീൻസ് ജയിൽ മുഴുവനും തകർന്നു പോയി. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി ദൈവാത്മാവ് ചലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിനകത്ത് ഭക്തൻ നിൽക്കുകയാണ്. ഡൊമീഷ്യൻ പോലും ഭയപ്പെടുകയാണ്. ഇവൻ വയോവൃദ്ധനാണെങ്കിൽ ഇവൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് അളവില്ലാത്തതാണ്, അളവറ്റതാണ്. അതിനെന്തും ചെയ്യാൻ കഴിയും. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. അഭിഷിക്തന്മാരെ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നമ്മൾ പറയുന്ന അന്യഭാഷയ്ക്ക് നമ്മൾ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ കഴിയും. മീൻസ് ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന എന്തും നമുക്ക് കൊണ്ട് ചെയ്യിക്കാൻ കഴിയും. ഡൊമീഷ്യൻ ഭയപ്പെടുന്നത് അതാണ്. ചരിത്രം പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ചത്, ഞാൻ അതുവരെ കരുതിയത് യോഹന്നാനെ 1 പ്രാവശ്യമാണ് തിളച്ച എണ്ണയിലിട്ടത്. പക്ഷേ ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇറ്റ്സ് ഇറ്റ് റൈറ്റ് ഓർ റോങ് എനിക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്
ചരിത്രങ്ങൾ കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്, ഡൊമീഷ്യൻ യോഹന്നാനെ 3 പ്രാവശ്യം എണ്ണയ്ക്കകത്തിട്ടു. തിളച്ച എണ്ണയ്ക്കകത്ത് 3 പ്രാവശ്യം ഇട്ട് വറുത്തു കോരാൻ ശ്രമിച്ചിട്ടും യോഹന്നാനൊന്നും സംഭവിച്ചില്ല. എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിനകത്ത് വീണ് ഒരു കുളത്തിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ, ഒരു വെള്ളത്തിനകത്ത് വീണ ഒരു വ്യക്തി, ഒരു സ്വിമ്മിംഗ് പൂളിനകത്തുനിന്ന് വീണ ഒരു വ്യക്തി കുളിച്ചു കയറി വരുന്നത് പോലെ തിളച്ച എണ്ണയ്ക്കകത്ത് വീണവൻ ചുമ്മാ എഴുന്നേറ്റ് വരിക. പ്രായം ചിന്തിക്കണം, 93-ാമത്തെ വയസ്സ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കവറിങ് നീ ചിന്തിക്കണം. നമ്മെ കവർ ചെയ്യുന്നത് സാധാ വ്യക്തിയല്ലെന്നേ. നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു ഗവൺമെന്റിന്റെ സിസ്റ്റം അല്ല. നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതോ മരുന്നിന്റെ ശക്തി കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്. ഏതൊക്കെ വ്യക്തികൾ നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്നത് കൊണ്ടല്ല കുഞ്ഞെ നമ്മൾ ഇന്നും ജീവനോടെ നിൽക്കുന്നത്. നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ട്. അവസാനം ഡൊമീഷ്യൻ ചെയ്യുക, ഇവനെ നാട് കടത്തുകയാണ്, കൊണ്ടിടുകയാണ് പത്മോസിലേക്ക്. കുറ്റവാളികളെ നാട് കടത്തുന്ന, മരണത്തിൻ്റെ ഗന്ധമുള്ള, മാംസങ്ങളെ കൊത്തിപ്പറിക്കാൻ റെഡിയായി വട്ടമിട്ട് വറക്കുന്ന കഴുകന്മാരുള്ള, വിഷസർപ്പങ്ങൾ നിറഞ്ഞ, തേളുകൾ നിറഞ്ഞ, വിഷത്തേളുകൾ നിറഞ്ഞ പത്മോസിന്റെ അതികുമാരങ്ങൾക്കകത്ത് കൊണ്ടിടുമ്പോൾ ഭക്തനോട് ദൈവം പറയുന്നൊരു ദൂത് കേട്ടോ. ഭക്തനോട് ദൈവം പറയുന്നൊരു ദൂത് കേട്ടോ. നാം വായിച്ചത് ഇങ്ങനെയാണ്: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. ഓ, വാട്ട് എ മൈറ്റി ഗോഡ്! നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. ആ പശ്ചാത്തലത്തുനിന്ന് മാറി ഞാൻ ഇങ്ങനെ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. കുഞ്ഞെ, നിന്റെ ഭാവി ഉലകത്തിൽ ആർക്കും അറിയില്ല. ഏത് രാജ്യത്തിലിരുന്ന്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള വ്യക്തികൾ ഈ ദൂത് കേട്ടാലും ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ ഭാവി ഈ ലോകത്തുള്ള ആർക്കും അറിയില്ല. ഒരു കൈനോട്ടക്കാരനും ഒരു വ്യക്തിക്കും നിന്റെ ഭാവി നിർണ്ണയിക്കാൻ കഴിയില്ല. ഒരു കൈനോട്ടക്കാരൻ, ഒരു മന്ത്രവാദിക്ക്, ഒരു ആഭിചാരകനോ നിന്റെ ഭാവി നിർണ്ണയിക്കാൻ കഴിയില്ല. ഏതോ സ്കാനിങ് റിപ്പോർട്ട് നിർണ്ണയിക്കുന്നതല്ല നിന്റെ നാളെ. ഏതോ ഡോക്ടർ വിധി എഴുതിയതല്ല നിന്റെ നാളെ. നിന്റെ ഭാവി അറിയുന്ന, നിന്റെ നാളെ അറിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവാണ്. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ചലഞ്ച് ചെയ്യുക. ഏതൊക്കെ മരണത്തിന്റെ കെട്ടുകളെ ദൈവാത്മാവ് പൊളിക്കും നിന്റെ കൂടാരത്തിനകത്തുനിന്ന്, പിന്നെ ഭീതിപ്പെടുത്തുന്ന, നിന്നെ ആത്മഹത്യ ടെൻഡൻസി ഇടുന്ന ചില നെഗറ്റീവുകളെ ദൈവം പൊളിക്കും. കുഞ്ഞ്, നിന്റെ ഭാവി അറിയുന്ന ഒരേ ഒരു വ്യക്തിയുള്ളത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമാണ്, നീ സേവിക്കുന്ന ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ യോഹന്നാനോട് പറയുന്നത്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാൻ പോകുന്നു. അതൊരു ദർശനവുമായുള്ള ബന്ധത്തിലാണ് യോഹന്നാനോട് ഇടപെടുന്നത്. പക്ഷേ ആ വാക്യം ഞാൻ അടർത്തിയെടുത്ത് ഞാൻ നിങ്ങളോട് കൈമാറാം. നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ കണ്ടത് ഇന്നലകളുടെ ജീവിതമാണ്. നമ്മുടെ ഇന്നലകളെ നമുക്ക് നന്നായി അറിയാമല്ലോ കേട്ടോ. കഴിക്കാനില്ലായിരുന്ന ഇന്നലകൾ, നല്ല വസ്ത്രം ധരിക്കാനില്ലായിരുന്ന ഇന്നലകൾ, നല്ല ഭവനത്തിനകത്ത് പാർക്കാൻ കഴിയാത്ത ചോർന്നൊലിക്കുന്ന ഭവനങ്ങളുള്ള ഇന്നലകൾ, അതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ നൊസ്റ്റാൾജിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയവിറക്കാൻ കഴിയുന്ന നല്ല ഓർമ്മകളാണ്. പക്ഷെ ആർക്കും അറിയാത്ത ഇന്നലകൾ നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് നീ കരുതി ഇന്നലകൾ, ഇതെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് നീ കരുതി ഇന്നലകൾ, അതെല്ലാം നമ്മൾ കണ്ടു വന്നതാണ് അല്ലേ? ഇന്നലകളിലുള്ള കാര്യങ്ങളാണ്, കണ്ടു കഴിഞ്ഞതാണ്. അത് ഞാൻ ഇങ്ങനെ പറയാം, അതിനെ നമുക്ക് പാസ്റ്റ് എന്ന് പറയാം. ഇന്നലകൾ. യോഹന്നാനോട് ദൈവം പറയുന്നത് നീ കണ്ടതും ഇപ്പോഴുള്ളതും. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, പ്രസന്റ്. നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്, ഇന്ന് അനുഭവിക്കുന്നത്, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്ക്. അതാണ് ദൂത്. സകല മനുഷ്യർക്ക്, അപ്പനായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, ദൈവദാസന്മാരായിക്കൊള്ളട്ടെ, കൂട്ടുവിശ്വാസികളായിക്കൊള്ളട്ടെ, നിന്റെ സ്നേഹിതന്മാരായിക്കൊള്ളട്ടെ, നിന്റെ കൂടപ്പിറപ്പുകളായിക്കൊള്ളട്ടെ,
നിന്റെ കൊളീഗ്സ് ആയിക്കൊള്ളട്ടെ, നിന്റെ ആരും ആയിക്കൊള്ളട്ടെ, നീയുമായി ചേർന്ന് നിൽക്കുന്ന എത്ര വലിയ വ്യക്തികളാണെങ്കിലും ഒരു പക്ഷേ അവർക്ക് നിന്റെ ഇന്നലകൾ അറിയായിരിക്കാം. ഇന്നലകൾ, പാസ്റ്റ്. അവർക്ക് നിന്റെ ഇന്നിന്റെ അനുഭവം അറിയായിരിക്കാം, നീറുന്ന അവസ്ഥകൾ, നിന്റെ വേദന അറിയാമായിരിക്കാം. നിന്റെ വേദന അറിഞ്ഞത് കൊണ്ടായിരിക്കാം ചിലരൊക്കെ എന്നോട് വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ട് ഈ സാഹചര്യം, എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലെ കാര്യം, എങ്ങനെയുണ്ട് ആ വിസ പ്രോസസ്സിങ് എങ്ങനെയായി, ആ റിസൾട്ട് വന്നോ, നിന്റെ കുഞ്ഞിന്റെ ഭാവി എന്തായി. ഇന്നുമായി കണക്റ്റഡ്, ഇറ്റ്സ് റിലേറ്റഡ് ടു പ്രസന്റ്. ഇന്നിനെ അറിയാം. മനുഷ്യർക്കും സാത്താനും നിന്റെ ഇന്നലകളെ അറിയാം, നിന്റെ ഇന്നിനെ അറിയാം. പക്ഷെ യോഹന്നാനോട് പറയുന്നു, ഇനി സംഭവിപ്പാനുള്ളത്, അതാണ് ഫ്യൂച്ചർ, അതാണ് ഭാവി. അവിടെ നിന്നൊരു ദൂത് ഞാൻ പറയട്ടെ, മനുഷ്യർക്കും സാത്താനും അല്ലെങ്കിൽ പിശാചിനും ഈ ലോകത്തുള്ള സകലർക്കും നീ ഉൾപ്പെടെ അറിയാവുന്നുള്ള രണ്ട് കാര്യമുള്ളൂ. നിന്റെ ഇന്നലെ അറിയാം, നിന്റെ ഇന്നിനെ അറിയാം, നിന്റെ നാളെ നിനക്കറിയില്ല. അർത്ഥം, ഈ സെക്കൻഡിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സെക്കൻഡിൽ എന്തു സംഭവിക്കുന്നുവെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അടുത്ത സെക്കൻഡിൽ ഈ എന്തു സംഭവിക്കുന്നുവെന്ന് ഈ പ്രസംഗിക്കുന്ന എനിക്കറിയില്ല, കേൾക്കുന്ന നിങ്ങൾക്കും അറിയില്ല. ഇന്നത്തെ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് എന്തു സംഭവിക്കുന്നുവെന്ന് എനക്കറിയില്ല പ്രിയരെ. ഒരു വ്യക്തിക്കും ഈ ലോകത്തിലെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നിന്റെ നാളെ. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ദൈവം പറയുന്നു, ഇനി സംഭവിപ്പാനുള്ളത്. അർത്ഥം, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. അർത്ഥം, ദൈവത്തിന് മാത്രമേ നിന്റെ ഭാവി അറിയുള്ളൂവെങ്കിൽ നിന്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മൾ പാടി ആരാധിക്കാറുണ്ട്, കരയാറുണ്ട്. ഞാനൊക്കെ എൻ്റെ പ്രാർത്ഥന മുറിയിൽ പാടി ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുള്ള ഗാനങ്ങളാണ്. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. ബിക്കോസ് ഹി ലീവ്സ് ഓൾ ഫിയർ ഈസ് ഗോൺ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. അതേ പ്രിയരെ, നമ്മളെ ഭാവി അറിയുന്നത് അപ്പനറിയാത്ത, അമ്മയ്ക്കറിയാത്ത, കൂടപ്പിറപ്പുകൾക്കറിയാത്ത, സ്വന്തം ഭർത്താവിനറിയാത്ത, മക്കൾക്കറിയാത്ത, ഉലകത്തിലാർക്കും അറിയാത്ത, ഒരു പ്രവാചകനും അറിയാത്ത, ഒരു പാസ്റ്റർക്കും അറിയാത്ത നിന്റെ ഭാവി അറിയുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമാണ്. യോഹന്നാനെ, ഒരു ഡൊമീഷ്യനും നിനക്കിനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരു വ്യക്തിക്കും ഈ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരേ ഒരു വ്യക്തി, ലോകത്തിൻ്റെ സൃഷ്ടിതാവ്, ദി ലോർഡ് ദി ക്രിയേറ്റർ, സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രം എൻ്റെ ഭാവി അറിയാമെങ്കിൽ ഒരു ദൂത് ഞാൻ പറയട്ടെ, ഇനി സംഭവിക്കാൻ പോകുന്നത് അവർണ്ണനീയമായതായി. യോബിനെ നോക്കി തൻ്റെ സ്നേഹിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, യോബേ, നിന്റെ പൂർവ്വകാലം അല്പമായിരിക്കും, നിന്റെ അന്ത്യം അതിമഹത്വമായിരിക്കും. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളൊരു പദമുണ്ട്, കണ്ടതല്ല വലുത്, കാണാൻ പോകുന്നതാണ് വലുത്. ചിലർ പറയും, നല്ല കാലം കഴിഞ്ഞു പോയി പാസ്റ്റേ. നോ, ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. പ്രായം വിഷയമല്ല, ഏജ് വിഷയമല്ല, അവൻ്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ ഭാവി നിർണയിക്കുന്നത് ഒരു മന്ത്രവാദി അല്ല കുഞ്ഞെ. വചനം പറയും, ദാനിയേലിനെതിരെ രാജാവ് രേഖ എഴുതി. പക്ഷെ എൻ്റെ ദൈവം ആ രേഖയെ യോസേഫിനെതിരെ സഹോദരന്മാർ അവൻ്റെ സ്വപ്നത്തിനെതിരെ പദ്ധതിയിട്ടു. അവസാന സഹോദരന്മാർ പറഞ്ഞത്, ഇവൻ്റെ സ്വപ്നം എങ്ങനെ നിറവേറുമെന്ന് നമുക്കൊന്ന് കാണാം. പക്ഷെ എൻ്റെ ദൈവം പൂർത്തീകരിച്ചില്ലേ? ദാനിയേലിനെ 4 പ്രധാനികളിൽ ഏറ്റവും പ്രധാനിയാക്കി ദൈവം മാറ്റിയില്ലേ? വൈ? നീ കണ്ടതല്ല, ഇപ്പോഴുള്ളതല്ല, ഇനി സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. വിശ്വസിക്ക്, നിന്റെ ഭാവി ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. യോഹന്നാനെ,
സഭ എൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. നീ പോയി പറ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഡൊമീഷ്യൻ അല്ല നിർണ്ണയിക്കുന്നത്, ഏതോ ഡോക്ടർ എഴുതിയ റിപ്പോർട്ടല്ല. കഴിഞ്ഞ വർഷം 2025 ഞങ്ങളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കർത്തൃദാസനുണ്ട്. എൻ്റെയൊക്കെ ബാല്യകാലം മുതൽ ഞാൻ കണ്ടു വളരുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ സഭയ്ക്കൊക്കെ ഒരു മുതൽക്കൂട്ടായി ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദൈവദാസൻ. പക്ഷേ ആ ദൈവദാസൻ രോഗിയാണെന്ന അവസ്ഥ അറിഞ്ഞു. ഞങ്ങളവിടെ വീട്ടിൽ പോകുന്ന സമയത്ത് തൻ്റെ മക്കൾ മറ്റു രാജ്യങ്ങളിലാണ്, അവരെല്ലാം വന്ന് നിൽക്കുക. വന്നതിന് കാരണം, എനിക്ക് 3 മാസം മുമ്പ് ഡോക്ടർ പറഞ്ഞു, അപ്പൻ 3 മാസം കൂടെ ഉള്ളൂ, 3 മാസത്തിനകം മരിക്കും. 2025 ആരംഭത്തിൽ നടന്നൊരു കാര്യമാണ്. തൻ്റെ മക്കളെല്ലാവരും എല്ലാ രാജ്യത്തു നിന്ന് വന്ന് നിൽക്കുക. കാരണം 3 മാസം തികയാൻ പോവുക. ഞാൻ പറയട്ടെ പ്രിയരെ, അത് ഞാൻ പോകുമ്പോഴും വാർദ്ധക്യാവസ്ഥയിലാണ്. ശരീരത്തിനകത്ത് ബലഹീനതയുണ്ട്, ഒത്തിരി സംസാരിക്കാൻ കഴിയത്തില്ല, ഒത്തിരി നേരം ഇരിക്കാൻ കഴിയത്തില്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്ത കൃപാവരങ്ങൾ ഒരിക്കലും അന്നും നിന്നുപോയില്ല എന്നതാണ് എന്നെ ചലഞ്ച് ചെയ്തത്. അന്നും എന്നോട് പ്രവചനം പറഞ്ഞു, അന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. പോകാൻ നേരത്ത് മക്കൾ പറഞ്ഞൊരു പദമുണ്ട്, ഇത്രയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ അതിനു വേണ്ടിയാണ് വന്നത്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയരെ, ഡോക്ടർ 3 മാസം വിധി എഴുതി. ഇന്നും ആ ദൈവ മനുഷ്യൻ മരിച്ചിട്ടില്ല. ഇന്നും ആ ദൈവ മനുഷ്യന് കഴിഞ്ഞ 2025 ലാസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ, ഞങ്ങളൊരു ബ്ലെസ്സിങ് പ്രയറിന് വേണ്ടി പോയപ്പോൾ, പണ്ടുള്ളതിനേക്കാളും ഇരട്ടി ആരോഗ്യത്തോടെ നിൽക്കുക, പണ്ടുള്ളതിനേക്കാൾ ഇരട്ടി പ്രസംഗിക്കുക, ഇരട്ടി പ്രാർത്ഥിക്കുക, ഇരട്ടിയായി പ്രവചിക്കുക. പറഞ്ഞതിൻ്റെ സാരം വാർദ്ധക്യമല്ല വിഷയം, ദൈവം പറഞ്ഞതാണ് വിഷയം. നിനക്ക് സംഭവിപ്പാനുള്ളത് ഡോക്ടറല്ല വിധി എഴുതി, ഏതോ റിപ്പോർട്ടല്ല, ദൈവം നിർണയിച്ചു, ദൈവം ചെയ്യും. നിങ്ങളെ നോക്കി ചലഞ്ച് ചെയ്യുക, വിശ്വസിക്കുക, നിന്റെ ഭാവി ദൈവത്തിൻ്റെ സ്വരത്തിന് സുരക്ഷിതം, നിന്റെ കുടുംബം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കും. ഏത് രാജ്യത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടാലും ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗീയമല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ടതും ഇപ്പോഴുള്ളതും ഇനി സംഭവിപ്പാനുള്ളതും, ഇനി സംഭവിപ്പാനുള്ള ഭാവി കരങ്ങളിൽ സുരക്ഷിതമെന്ന് ഞങ്ങൾ അറിയും. ഈ ജനത്തെ ഞാൻ ഈ വചനമയച്ചു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ കാണാത്തത്, ഇതുവരെ കേൾക്കാത്തത്, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചിലതിൻ്റെ മറുപടികൾ, ആകുലതകളെ മാറ്റി ശത്രുവിൻ്റെ പദ്ധതികളെ ബ്രേക്ക് ചെയ്ത് ദൈവഹിതം അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. ദൈവകൃപയുടെ ആഴം വെളിപ്പെടണം. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിനെ ആമേൻ, ആമേൻ. അതേപോലെ വിശ്വസിക്ക്, ലോകം പറയുന്നതല്ല നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം പറഞ്ഞത്, ദൈവം ഒരുക്കിയത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കുക. പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക, പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. God bless you. Let us